അസ്സലാമു അലൈക്കും ഹായ് ഓൾ. അപ്പോൾ നമ്മൾ ജോലികളൊക്കെ രാവിലെ എങ്ങനെ എളുപ്പത്തിൽ തീർത്തെടുക്കാമെന്ന് നോക്കിയാലോ. പെട്ടെന്ന് തന്നെ നമ്മളെ ജോലികളെല്ലാം കഴിഞ്ഞ് നമുക്ക് വീണ്ടും കുറേ ടൈം ഉണ്ടാവും നെക്സ്റ്റ് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ വെറുതെ സമയം ഇങ്ങനെ പാഴാക്കി കളയാതെ എളുപ്പത്തിൽ എങ്ങനെ രാവിലത്തെ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ഒരു പോസിറ്റീവ് വൈബിന് വേണ്ടി രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വീടിനുണ്ടാകുമ്പോൾ നമുക്ക് നല്ലൊരു പോസിറ്റീവ് വൈബാണ്. കുട്ടികളെല്ലാം എഴുന്നേറ്റ് വരുന്ന സമയത്ത് തന്നെ അവർക്കും ഒരു പോസിറ്റീവ് വൈബായിരിക്കും. അതിന് വേണ്ടി എന്തെങ്കിലും നമ്മുടെ വീട്ടിനുള്ളിൽ നല്ലൊരു സ്മെല്ല് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ചെയ്തെടുക്കാം. അത് നല്ലൊരു പോസിറ്റീവ് വൈബാണ്. പിന്നെ അതിനുശേഷം എൻ്റെ ഒരു എനർജി എന്ന് പറഞ്ഞത് രാവിലത്തെ ചായ, ഒരു ഗ്ലാസ് ചായ കുടിച്ചാലേ എനിക്കെന്തും നടക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ഫസ്റ്റ് ടൈം ചായ കുടിക്കുന്നത്. ഇനി അതെല്ലാം നമ്മൾ ധാരാളം വെള്ളം കുടിക്കുന്നുണ്ട്, അങ്ങനെ വെള്ളം കുടിക്കുക. എന്താണോ ഓരോരുത്തരുടെ ചോയ്സ്, നമുക്ക് കുറച്ച് ഉഷാറായി കിട്ടണം രാവിലെ തന്നെ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി കഴിക്കുക. ചായ തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ, ഞാനിതിന് അഡിഷൻ ആയതാണ്. അതുപോലെ എല്ലാവരും ആവണമെന്നില്ല. അപ്പോൾ പിന്നെ ചായ നല്ല സ്ട്രോങ് ചായ കുടിക്കും. ഒന്നാമത് ഇപ്പോൾ മഴയല്ല, അപ്പോൾ എത്ര ഉറങ്ങിയാലും നമുക്ക് വീണ്ടും ഉറക്കം വരുന്ന ആ ഒരു ഇതുണ്ടാവും. അപ്പോൾ ചായ കുടിച്ചാൽ എല്ലാം ഓക്കെ ആയി. പിന്നെ ഞാൻ ഫ്രീസറിലാണ് തേങ്ങയെല്ലാം ചിരകിയിട്ട് ബോക്സിലാക്കി വെക്കുന്നത്. അപ്പോൾ അതെല്ലാം ഒന്ന് കുറച്ച് മുമ്പേ എടുത്ത് വെച്ചാൽ ഐസെല്ലാം പോയിട്ട് നമുക്ക് ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് പിന്നെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ മീനും പിന്നെ ഈ ഒരു തേങ്ങയെല്ലാം എടുത്ത് ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ച് ഞാനിപ്പോൾ അതൊന്ന് ഐസ് പോകുമ്പോഴത്തേക്ക് ഞാൻ ക്ലീനിങ്ങിന് ഇറങ്ങാം. ഫസ്റ്റ് ക്ലീനിങ് ചെയ്തിട്ടാണ്. പക്ഷേ ഞാൻ പുട്ടുപൊടി കുഴച്ചെടുക്കുന്നുണ്ട്, കാരണം അത് കുറച്ച് മുമ്പേ കുഴച്ചെടുത്താൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇനി പുട്ടുപൊടി കുഴച്ച് മാറ്റി വെച്ച് ഇനിയിപ്പോൾ ഇത് എനിക്ക് അലക്കുന്നത് മിഷീനിലിട്ട് കൊടുക്കണം. എൻ്റെ മിഷീൻ സെമിയാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ കിച്ചണിലുള്ള സമയത്ത് തന്നെ ചെയ്തെടുക്കണം, അല്ലെങ്കിൽ പിന്നെ മാറുന്നു. എൻ്റെ ഒരു ഇഷ്ടപ്പെട്ടൊരു മെഷീൻ ഇതാണ്, കാരണം നമുക്ക് ഇഷ്ടം പോലെ വെള്ളം മാറ്റി കൊടുത്ത് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാനൊരു മെഷീൻ സെലക്ട് ചെയ്തത്. എല്ലാവരും പറഞ്ഞത് എനിക്ക് ഓട്ടോമാറ്റിക് എടുത്തുകൂടെ എന്നുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ മെഷീൻ എനിക്കൊരു ഫേവറേറ്റ് ആണ്. കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്നുള്ള നല്ലോണം ക്ലീനായി കിട്ടിക്കോളും. ഇനിയിപ്പോൾ കുട്ടികളെല്ലാം മദ്രസയിൽ പോയി ഈ ഒരു സമയത്ത് നമ്മൾ കിടന്ന വിരിപ്പും പുതപ്പും ഒക്കെ ഒന്ന് മടക്കി വെക്കണം. അതും നമ്മൾ കിച്ചണിൽ ഇറങ്ങിയാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്ന് ചെയ്ത് അടുത്തതിലേക്ക് നമ്മളങ്ങ് പോകുമ്പോൾ ഇതെല്ലാം ഇങ്ങനെ വൃത്തികേടായിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ ഞാൻ കിച്ചണിൽ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഇതെല്ലാം ഒന്ന് മടക്കി വെച്ചിട്ടാണ് അങ്ങ് കിച്ചണിൽ ഇറങ്ങാറുള്ളൂ. ബ്രേക്ക്ഫാസ്റ്റിനായാലും ലഞ്ച് തയ്യാറാക്കാനായാലും എല്ലാം നമ്മളെല്ലാം ഒന്ന് അടുക്ക് പെറുക്കി വെച്ചിട്ട് കിച്ചണിൽ ഇറങ്ങുന്നതായിരിക്കും ബെസ്റ്റ് രാവിലെ തന്നെ. അപ്പോൾ എല്ലാം ഒന്ന് ക്ലീനാക്കി നല്ല വൃത്തിക്ക് ബെഡ്ഷീറ്റെല്ലാം വിരിച്ച് പുതപ്പെല്ലാം മടക്കി വെച്ച് നമുക്ക് ആ ഒരു നീറ്റ്നെസ് രാവിലെ തന്നെ വീട് കിട്ടും. അത് കുറേ സമയം കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാൽ പിന്നെ അതങ്ങനെ തന്നെ അവിടെ കിടക്കും. അങ്ങനെ ഫുള്ള് എല്ലാം ക്ലീൻ ചെയ്ത് എല്ലാം വാരി വലിച്ചിട്ട് അതൊക്കെ എടുത്ത് വെച്ച് ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങി. മുറ്റത്ത് ഇപ്പം ഞാൻ എന്താ വെച്ചാൽ കുറച്ച് വെളിച്ചം വന്നിട്ടാണ് ഇറങ്ങുന്നത്, മഴയല്ലേ. അപ്പോൾ നല്ലോണം കാറ്റടിച്ചിട്ട് വൃത്തികേടായിട്ടുണ്ട്. കാരണം എനിക്ക് പേടിയാണ് രാവിലെ തന്നെ എന്തെങ്കിലും മഴയത്ത് നമുക്ക് പറയാൻ കഴിയില്ല, വെളിച്ചം കുറയുമ്പോൾ. അപ്പോൾ നല്ലോണം വെളിച്ചം അതുകൊണ്ടാണ് ഉൾഭാഗമൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങിയത്. ഇനിയിപ്പോൾ മുറ്റവും രാവിലെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ മുറ്റടിക്കാനും ഒരു ടൈമിങ് നമ്മൾ കണ്ടെത്തണം. അങ്ങനെ മുറ്റമൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ട് ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണി തുടങ്ങാം. അപ്പോൾ മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കണം, ചെമ്മീൻ വരട്ടിയെടുക്കണം. ചെമ്മീനിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ഇട്ടിട്ട് ഞാൻ ചെമ്മീൻ തലയോട് കൂടിയാണ് ഇട്ടിരിക്കുന്നത്. അങ്ങനെ കുറച്ച് ഉപ്പും ഒക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു ചെമ്മീൻ വരട്ടിയത്. എളുപ്പത്തിൽ വാട്ടമൊന്നും വേണ്ട. കുറച്ച് വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി എപ്പോൾ നമ്മൾ ചതച്ചിട്ടിടുന്നതായിരിക്കും നല്ലത്. ഒരു തക്കാളി, പിന്നെ ഇത് വീട്ടിലുണ്ടായ പുളിയാണ്, അതുകൊണ്ടാണ് അത് അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ എല്ലാം കൈകൊണ്ട് നല്ലോണം ഞരടി എടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തിളപ്പിച്ചെടുക്കുക. അത്രേ പണിയുള്ളൂ. ലാസ്റ്റ് ഒന്ന് വറുത്ത് കോരിയാൽ മതി. അപ്പോൾ നമ്മൾ പെട്ടെന്ന് പരിപാടികൾ കഴിയാൻ വേണ്ടിയിട്ട് ഒരു സൈഡിൽ മുട്ട വേവിക്കാൻ വെച്ചിട്ടുണ്ട്, ഒരു സൈഡിൽ പാൻ വെച്ചിട്ടുണ്ട് ഞാൻ ഉള്ളി വാട്ടാൻ വേണ്ടിയിട്ട്, പിന്നെ ഒരു സൈഡിൽ ചെമ്മീനും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ 3 സ്റ്റൗവിൽ 3 കാര്യങ്ങൾ ഒരേപോലെ ചെയ്തെടുക്കുമ്പോൾ ഈസി ആയിട്ട് കഴിയുന്നതാണ്. മുട്ട നല്ല ഹൈ ഫ്ലെയിമിൽ 10 മിനിറ്റ് വേവിച്ചതിന് ശേഷം തണുക്കാനായി വെള്ളത്തിലേക്ക് മാറ്റി വെക്കുക. പിന്നെ പൂരി ടൈറ്റ് ഡോ ആക്കിയിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ 1 കപ്പ് മൈദയിലേക്ക് 1/2 കപ്പ് ഗോതമ്പ് പൊടി ഇട്ടിട്ട് 2 ടീസ്പൂൺ പാൽപ്പൊടി, അല്ലെങ്കിൽ ഒരു 4 ടീസ്പൂൺ ആയാലും കുഴപ്പമൊന്നുമില്ല. പാൽപ്പൊടി ഇടുന്നതിന് ശേഷം നമ്മൾ പൂരിയുടെ ടേസ്റ്റ് കൂടും. കുറച്ച് ഉപ്പും കുറച്ച് പഞ്ചസാരയൊക്കെ ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മളില്ലേ നല്ല ടൈറ്റ് ഡോ ആക്കിയിട്ട് കുഴച്ചെടുക്കുക. എന്നാൽ പൂരി നമുക്ക് ഒരിക്കലും എണ്ണ കുടിക്കാതെ കിട്ടും. പിന്നെ ഉള്ളിയിൽ മസാലയെല്ലാം ചേർത്ത് ആ ഒരു സമയത്ത് വാറ്റുന്നുണ്ട് കേട്ടോ. നമ്മളെ കാര്യങ്ങളിങ്ങനെ അവിടെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കണം. ഒരു സൈഡിൽ തന്നെ നമ്മളിങ്ങനെ സ്റ്റക്കായി നിൽക്കാൻ പാടില്ല. അങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പൂരി ടൈറ്റ് ഡോ ആക്കിയിട്ട് കുഴച്ചെടുക്കുക. പിന്നെ കൗണ്ടർ ടോപ്പിലിട്ട് നല്ലപോലെ കുഴച്ചെടുക്കട്ടെ. വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞിട്ട് നമ്മൾ പിന്നെ കൈകൊണ്ട് സോഫ്റ്റ് ആക്കി എടുക്കുക. അപ്പോഴാണ് പൂരി നല്ലോണം പൊങ്ങി വന്നിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇനിയിപ്പോൾ ബോളുകളാക്കി മാറ്റുന്നുണ്ട്. അപ്പോൾ പൂരിയുടെ ബോൾസാക്കി വെച്ചിട്ട് നമുക്ക് എപ്പോഴാണ് ആവശ്യം അന്നേരം പൊരിച്ചെടുക്കുക. പൂരി തണിഞ്ഞു പോയാൽ പിന്നെ അതൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതവിടെ മാറ്റി വെച്ച് ഇനിയിപ്പോൾ ഞാൻ കറി കുറച്ച് പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉലുവ ഇട്ട് പൊട്ടിച്ചിട്ട് അതൊന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ, നമ്മുടെ ചെമ്മീൻ കറി. അപ്പോൾ ആ ഒരു പരിപാടി കഴിഞ്ഞ് അപ്പോൾ കറികളെല്ലാം ഫസ്റ്റ് ഉണ്ടാക്കിയെടുത്താൽ പിന്നെ
നമുക്ക് പുട്ടും പൂരിയാണ് സൈഡ് ഡിഷായിട്ട് ഉണ്ടാക്കുന്നത്. അത് 2 ചൂടോടുകൂടി കഴിക്കേണ്ട സംഭവങ്ങളാണ്. അപ്പോൾ അത് നേരത്തെ തന്നെ ഉണ്ടാക്കി വെക്കാൻ പറ്റില്ല. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഈ ഒരു കാര്യങ്ങൾ നമുക്ക് എന്താണ് ലഞ്ചിൻ്റെ കറി പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കറികൾ ഒക്കെ ഒരുമിച്ച് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പരിപാടികൾ കഴിയും കേട്ടോ. എന്നിട്ട് നമ്മൾ പിന്നെ എന്താണോ ദോശയാണോ ഇഡ്ഡലിയാണോ അല്ലെങ്കിൽ എന്ത് വെള്ളപ്പം അങ്ങനെ എന്താണോ ചുടുന്നത് അത് അതിന് ശേഷമാണെങ്കിൽ ഈസി ആയിട്ട് കഴിയും. അപ്പോൾ പൂരിയുടെ പൊടി കുഴക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ 1 ടീസ്പൂൺ റവ ചേർത്ത് കൊടുക്കാം. ഞാൻ റവയൊന്നും ചേർത്തിട്ടില്ല, അല്ലാതെ തന്നെ നല്ലോണം എണ്ണ ഒന്നും കുടിക്കാതെ പൊങ്ങി വരുന്നൊരു പൂരിയായിട്ട് കിട്ടും. പൂരി അങ്ങനെ ആവാൻ വേണ്ടിയിട്ട് ഈ ഒരു കുഴക്കുന്ന സമയത്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓവറായിട്ട് വെള്ളം ചേർക്കാതെ കുഴച്ചെടുക്കുക. പിന്നെ ഞാൻ അതോടൊപ്പം തന്നെ പൂരി പരത്തി വെച്ച് ഇനിയിപ്പോൾ പുട്ടൊരു സൈഡിൽ വെക്കട്ടെ, എന്നിട്ട് പൊരിക്കാൻ നിൽക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ പൂരി നല്ല ഇങ്ങനെ പൊന്തിയിട്ട് കുട്ടികൾക്ക് കൊടുക്കുമായിരിക്കും, അവർക്ക് ഭയങ്കര ഇഷ്ടമുണ്ടാകുക. ഒന്ന് തണുത്ത പോലെ അവർക്കും ഇഷ്ടമുള്ള കാര്യമല്ല. അങ്ങനെ പിന്നെ ഒരു സൈഡിൽ പൂരിയും ഒരു സൈഡിൽ പിന്നെ പുട്ടും, അങ്ങനെ രണ്ടും ഒരേ സമയത്ത് നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ പിന്നെ ലഞ്ചിൻ്റെ കറികളെല്ലാം ഇതോടൊപ്പം തന്നെ ആകുന്ന വീഡിയോസും ഞാൻ ചെയ്യാം. ഒരുമിച്ചിട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്ക് ഒരുമിച്ച് ലഞ്ച് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ളത് അടുത്ത് തന്നെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് എനിക്ക് ലഞ്ച് വേണ്ടാത്തതുകൊണ്ടാണ്, ലഞ്ചിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉണ്ടാക്കിയെടുക്കൂ. അല്ലെങ്കിൽ ഞാൻ ഇതോടൊപ്പം തന്നെ എന്താണോ ലഞ്ചിനുള്ളത് അത് ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. ഒരു പ്രശ്നവുമില്ല, നമുക്ക് ഒരേപോലെ ചെയ്തെടുക്കാം. ചില ആൾക്കാർ ഈസി ആയിട്ടെല്ലാം ചെയ്തെടുക്കും, ചില ആൾക്കാർക്ക് ആ ഒരു മെത്തേഡ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഈ ഒരു സമയത്ത് നമ്മൾ ന്യൂസ് കേൾക്കുക എന്നാൽ ഒരു ദിവസത്തെ നമ്മളെല്ലാ കാര്യങ്ങളും എല്ലാവരും അറിഞ്ഞിരിക്കണം, നമ്മുടെ ചുറ്റുപാട് എന്താ സംഭവിക്കുന്നതെന്നുള്ള. അപ്പോൾ മാക്സിമം കിച്ചണിലുള്ള സമയത്ത് ന്യൂസ് ചാനൽ ഏതെങ്കിലും ഓണാക്കി വെച്ച് നമ്മൾ ന്യൂസും കേട്ട് നമ്മളെ പണികൾ ചെയ്താൽ എളുപ്പത്തിലായി കിട്ടുകയും ചെയ്യും. പിന്നെ ഇതാ നമ്മുടെ പൂരി നല്ല പൊങ്ങി വരുന്ന കണ്ടില്ലേ. അപ്പോൾ നമ്മുടെ പൂച്ചയില്ലേ ഇതേപോലെയാണ്, എപ്പോഴും എൻ്റെ പിന്നാലെ ഉണ്ടാവും. ഞാൻ കുക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ ആ ഒരു കിച്ചൻ്റെ ബാക്ക് സൈഡിൽ ഇങ്ങനെ വന്ന് കിടക്കും. അപ്പോൾ എല്ലാം ഒന്ന് ഞാൻ ടേബിളിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലോണം പുട്ട് ആവി വന്നതിന് ശേഷം ഞാൻ പുട്ട് കുത്തുന്നത് എപ്പോഴും ഇലയിലാണ്. എനിക്ക് പുട്ട് ഇലയിലുള്ള ആ ഒരു ഫ്ലേവർ ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഇലയിൽ തന്നെയാണ് പുട്ട് എപ്പോഴും ഞാനിങ്ങനെ പിന്നെ വെക്കുന്നത്. പിന്നെ അതിനായിട്ടൊരു കാസ്ട്രോളൊന്നും എടുക്കലില്ല. പുട്ടും ആവശ്യത്തിന് മാത്രം ഉണ്ടാക്കിയെടുക്കുക. പിന്നെ നമ്മളത് ബാക്കി വന്നാൽ അതുകൊണ്ട് വലിയ മെനക്കേടായിരിക്കും. അതുകൊണ്ട് ഞാൻ എത്രയാണോ നമുക്ക് വേണ്ടത് അത് എണ്ണി ചുട്ടതാണ്. ഓരോരുത്തർക്കും ഓരോ പീസ് എന്നുള്ള കണക്കിൽ എണ്ണി എടുത്തിട്ടാണ് പുട്ടുണ്ടാക്കിയെടുത്തത്. മാവ് ഫ്രിഡ്ജിലുണ്ടാവും, നമുക്ക് എപ്പോൾ വേണമെങ്കിലും തേങ്ങയും ഉണ്ടാവും, പുട്ടുണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ കറക്റ്റായിട്ട് പൂരിയാണെങ്കിൽ പുട്ട് നമ്മൾ ആവശ്യത്തിന് മാത്രം ഉണ്ടാക്കിയെടുക്കും. കുറേ ഉണ്ടാക്കിയതിൽ കുറേ സാധനങ്ങൾ ബാക്കി വന്നിട്ട് നമ്മൾ ടൈമും വേസ്റ്റ് ആയിരിക്കും. പിന്നെ എന്താണ് അത് വേസ്റ്റേജ് ലാസ്റ്റ് കളയേണ്ടി വരും. നമുക്ക് എത്രയോ ടൈം ലാഭമായിരിക്കും. നമ്മൾ ആവശ്യത്തിന് എത്ര ആൾക്കാർ വീട്ടിലുണ്ട് അത് കൗണ്ട് ചെയ്ത് ഓരോരുത്തരും കഴിക്കുന്ന ഭക്ഷണം നമുക്ക് അളവ് അറിയാൻ പറ്റും. ആ അളവിനനുസരിച്ച് മാത്രം കുക്ക് ചെയ്തെടുത്താൽ നമുക്കൊന്നും ബാക്കി വരികയില്ല. അപ്പം നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ് ടൈമാണ്. അപ്പോൾ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്തെടുക്കാൻ പഠിക്കണം. ഇനി ക്ലീനിങ് ആണ് ഫുള്ളായിട്ട്, എല്ലാം കുക്കിംഗ് എല്ലാം കഴിഞ്ഞ് ഇനി ക്ലീനിങ്. അപ്പോൾ ക്ലീനിങ് ഞാൻ ഒരുമിച്ച് ചെയ്യുന്ന ഒരാളാണ്. കിച്ചണിൽ പാത്രങ്ങൾ ഓരോന്നോരോന്ന് കഴുകാൻ നിൽക്കലില്ല. പ്രത്യേകിച്ച് ഞാൻ ഇന്ന് പുട്ടും പൂരിയാണ് ഉണ്ടാക്കിയത്. രണ്ടും ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു സമയത്ത് എല്ലാം അവിടെ സ്റ്റോപ്പായിപ്പോയി ക്ലീനിങ്. അപ്പോൾ കൗണ്ടർ ടോപ്പും ഗ്യാസ് ടോപ്പും ഒക്കെ തുടച്ചതിന് ശേഷം ഇതാ പാത്രങ്ങളെല്ലാം നല്ലപോലെ കഴുകിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ സാധാരണ നോർമൽ കുട്ടികൾ സ്കൂളിൽ നിന്ന് പോകുന്ന സമയത്തേക്ക് നമ്മൾ ലഞ്ച് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് ആയിക്കഴിഞ്ഞാൽ 8:30 ആയാലും 9:30 ആയാലും ഏതാണോ നമ്മളെ മക്കളുടെ സ്കൂളിൻ്റെ ടൈം ആ ഒരു ഇനിയിപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് സ്കൂളില്ലാത്ത ദിവസമാണ്. അതാണ് ലഞ്ച് ബോക്സ് റെസിപ്പി ഒന്നും ഇതിൽ ഇല്ലാതിരുന്നത്. ഇനിയിപ്പോൾ സ്കൂളുള്ള ദിവസം എങ്ങനെയാണ് പെട്ടെന്ന് മാനേജ് ചെയ്യുക എന്നുള്ളതും കൂടി ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുട്ടികൾ പോകുന്ന സമയത്തേക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് പിന്നെ ക്ലീനിങ്ങിന് ഇറങ്ങുന്ന ആയാലും അങ്ങനെയായാലും മതി. അങ്ങനെയായാലും നമുക്ക് പെട്ടെന്ന് എന്തായാലും നമ്മളൊരു 10 o'clock അല്ലെങ്കിൽ 11 o'clock ആകുമ്പോൾ നമ്മളെല്ലാ കാര്യങ്ങളും കഴിഞ്ഞാൽ നമുക്കിഷ്ടം പോലെ സമയം ഉണ്ടാവും. നമ്മളെന്ത് ചെയ്യുക, കുളിച്ച് കുറച്ച് ബുക്സ് വായിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും കൃഷി ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യാൻ അറിയാത്ത പഠിക്കാൻ ടൈം കിട്ടും. അങ്ങനെയുള്ള കുറേ നമുക്ക് സമയം ഉണ്ടാവും. പിന്നെ അങ്ങനെ തുണികളെല്ലാം അലക്കിയത് ഞാൻ വിരിക്കാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം എന്താണ് മഴയില്ല, അതുകൊണ്ടാണ് നല്ല വെയിൽ കാണുന്നത്. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ വെയിലത്ത് ഉണങ്ങി കിട്ടുമ്പോൾ നല്ലതല്ലേ, അതുകൊണ്ട് തന്നെ. പക്ഷേങ്കിൽ എപ്പോഴാണ് തിരിച്ചെടുക്കാൻ പറ്റുകയെന്ന് അറിയില്ല. ഈ ഒരു സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ആകുന്നതാണ് മഴ പെയ്യുന്നുണ്ടോ നോക്കി ഓരോന്ന് കാര്യങ്ങൾ ചെയ്തെടുക്കുക. മഴക്കാലത്ത് കുറച്ചും കൂടി നമുക്ക് ജോലികൾ കുറവാണ്, കാരണം പുറത്തേക്ക് ഇറങ്ങി അധികം ജോലി ചെയ്യേണ്ടല്ലോ. ഇഷ്ടംപോലെ ടൈം കിട്ടുന്നൊരു സമയമാണ് മഴക്കാലം. ആ ഒരു സമയം നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇൻഷാ അള്ളാ ജീവിതത്തിൽ ചെയ്തെടുക്കാനുള്ള കാര്യങ്ങൾ എല്ലാവരും ചെയ്തെടുക്കുക, ആരും ടൈം വേസ്റ്റ് ചെയ്യരട്ടാ. അപ്പോൾ ഇൻഷാ അള്ളാ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.